ഇരിക്കാം. എത്ര എടുത്തു? Super ya? ഇത് നീ എടുക്കാണ്ടിരിക്കാൻ ഞാൻ മാറ്റിയതല്ലേ? എന്തിനാണ്? നീ എന്നാ കാണുന്നേ? നിന്നെ പണ്ട് മച്ചന്മാർ വിളിച്ചിനാ? എത്രോട്ടോ? ഓരോട്ടല്ല, രണ്ടോട്ടോ. എന്താ വീഡിയോ കോൾ ചെയ്യാനി മച്ചന്മാർ? നെറ്റില്ലായിട്ടാ? നെറ്റില്ലെന്ന് പറഞ്ഞിട്ടാ? നമുക്കൊരു വണ്ടി ചേർ വാങ്ങിച്ചാലോ? ഒന്ന് ഇവൾക്ക് നടക്കാം, ഈസി ആയിട്ട് അതിന് മോളതുണ്ടല്ലോ. ഇല്ല, നല്ലതത്. വൃത്തിയാക്കിട്ട് அப்படியே 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 നേത്ര നമുക്ക് ഇപ്പം ആക്കിയാലോ? ഇപ്പം വൃത്തിയാക്കിയാലോ? Baba. ഇത് മാത്രമേ കിട്ടിയിട്ടില്ലൂ. എപ്പോ നോക്കിയാലും മൊബൈൽ. നോക്കിയ കുട്ടിയാ നോക്കാലോ, നന്നാക്കാൻ പറ്റുമോ? നോക്കേ, നോക്കണേ.
സാരല്ലോ ഇത് കൊടുത്താ പോരെ? കുറഞ്ഞ കുറഞ്ഞ റെഡി കൊടുത്തു. നേരത്തെ കൊടുത്തു. മൊബൈലാടാ വെച്ച ആടോ. എപ്പോ നോക്കിയാലും മൊബൈൽ ചെയ്യാം. ഇനി പാസ്വേഡ് ഞാൻ പറഞ്ഞില്ലേ. നേത്ര തന്നെ വിളിച്ചിട്ട് കൊടു. ഏമ്പാ ഇത് ഇരുത്തിക്കണ്ടേ? നമുക്ക് ഇരുത്തിക്കണ്ടേ? പാസ്വേഡ് കണ്ട ഇരുത്തിക്കണ്ടേ? നേത്ര തന്നെ വിളിച്ചിട്ട് വാ. മാമ ഓളെ എയർപോർട്ടിലൊക്കെ വിളിച്ചിനി. അതൊരു കഥയാണ്. എന്നാ പറ. അത് ഇവിടെ മറ്റേ ഇതില്ലേ വീഡിയോ കണ്ടോളേ വിളിക്കണം, അവരെ വിളിക്കണം, ഇപ്പൊ വിളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടേ ഒന്നിങ്ങനെ ഒച്ചപ്പാടാക്കി. നക്ഷത്ര കരഞ്ഞു വിളിച്ചാലേ ഞാൻ അപ്പുറത്ത് മാറി നിന്നിട്ടേ എന്നിട്ട് ഞാൻ ജിയോ ജോസഫ് ഇങ്ങനെയല്ലേ പേര് അവരെ, ഞാനാണ് ജിയോ ജോസഫ്. അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് ഞാനെ വിളിച്ചേ മച്ചന്മാരെ വിളിക്കണം എന്നാണ്. ഞാനിങ്ങനെ വിളിച്ച് പിന്നെ രണ്ടോട്ടം വിളിച്ചു. ഒരു പ്രാവശ്യം വിളിച്ചു, പിന്നെ ഒരു പ്രാവശ്യം കൂടി വിളിച്ചു. പിന്നെ പറയാൻ നേരിട്ട് വിളിക്കണം. വീഡിയോ കോൾ വിളിക്കണം എന്ന് പറഞ്ഞേരം പിന്നെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെയല്ല, ഇവർക്ക് രണ്ടാമത് വിളിച്ചവരോട് പറഞ്ഞ് കാണണം, നേരിട്ട് കാണണം, വിളിക്കണം എന്ന്. അന്നേരം മച്ചാൻ പറഞ്ഞു, അന്നേരം മച്ചാൻ പറഞ്ഞില്ലേ ഇല്ല മോളെ പിന്നെ ഇതേപോലെ മച്ചാൻ പറഞ്ഞു. അതാണ് കഥ. നേത്രനെ കൂട്ടിയോ? നക്ഷത്രനെ കൂട്ടി നേത്രനെ കൂട്ടിയോ? നിങ്ങൾ കണ്ടില്ലേ നക്ഷത്ര അവളുടെ അനിയത്തിയായിട്ട് കളിക്കുമ്പോൾ? മൊബൈലിൻ്റെ ചിന്തയെ അവൾ മറന്നു അല്ലേ? ഇല്ല, മിനിറ്റ് വെച്ച് അവൾ ഫോൺ ചോദിക്കും, സോപ്പിടും. ആ മുടി വാർന്നു നിന്നതൊക്കെ സോപ്പിടിൻ്റെ ഭാഗമാണ്. കിട്ടിയില്ലേ വാശി, പിന്നെ ദേഷ്യമായി.
പിന്നെ എവിടെയെങ്കിലും പോയി മാറിയിരിക്കലായി. നമ്മൾ അതോടൊപ്പം കുറച്ച് സമയം കളിച്ചും ചിരിച്ചും പുതിയ കളിയെല്ലാം പറഞ്ഞു കൊടുത്തും ആ ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കണം. എന്നാലേ ശരിയാവും. അല്ലാതെ മൊബൈൽ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടോ ഇല്ല അവർ നമ്മൾ കാണാതെ ഫോൺ എടുത്തപ്പോൾ നമ്മൾ പിടിച്ച് വാങ്ങിയിട്ടോ അവരുടെ വാശിയും നമ്മൾ ദേഷ്യമൊക്കെ കൂടുകയുള്ളൂ. നമ്മൾ അവർക്ക് പുതിയ കളിയെല്ലാം പറഞ്ഞു കൊടുത്ത് അവരോടൊപ്പം കുറച്ച് സമയം ഇരിക്കുക. അങ്ങനെ മാറ്റിയെടുക്കണം. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഒപ്പരം കൂട്ടുക. പിന്നെ അവർ കുട്ടികളായിട്ട് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അയൽവക്കത്തെ കുട്ടികളായാലും അനിയത്തിമാരായാലും എല്ലാവരുമായിട്ട്. അപ്പോൾ അവരെ ചിന്തയും മനസ്സും എല്ലാം സന്തോഷത്തോടെ ഇരിക്കും.